നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ പ്രസിദ്ധനായിട്ടുള്ള സംവിധായകൻ ലാൽ ജോസുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. എങ്ങനെയാണ് ലാൽ ജോസ് മിമിക്രിക്കാർക്ക് പ്രിയ താരമായി മാറിയത്? നീന, രണ്ട് പെൺകുട്ടികളുടെ കഥയാണ്. എനിക്ക് തോന്നുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത, സ്ക്രീനിൽ കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയും, ഒന്ന് ആൻ അഗസ്റ്റിൻ ആണ്, ഓക്കെ, ഒന്ന് ദീപ്തി, ഒന്ന് ദീപ്തി സതി. അവർ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. ഒരു പക്ഷേ ഈ സന്ദർഭത്തിന് ചേരുന്ന ഒരാൾ വരട്ടെ. Hi Lal sir, it's your Nina. First of all, thank you so much for giving me an opportunity to act in such a big movie, especially with these many creative people around. ഒരു dream debut ആണ് ഇത് for anyone. So എൻ്റെ വലിയ മഹാഭാഗ്യമാണ്. I think I'm very lucky to get something like this. When I got selected, when I got a call saying that, okay, Lal sir likes you and you're the next Nina. And plus Lal sir gave me a very nice surprise saying that my first shot is going to be in Russia. So I was like, yay! I was too happy. And I'm so grateful. Thank you God. Thank you Lal sir. Nina rocks. Yes. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സ്വഭാവ സവിശേഷതകളുള്ള കഥാപാത്രമാണ് നീന. നളിനി നമ്മളുടെ കണ്ടംപററി ലൈഫിൻ്റെ പ്രതിനിധിയാണ്. അങ്ങനെ രണ്ട് സ്ത്രീകളാണ്. രണ്ട് സ്ത്രീകളുടെ കഥയായതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു പുരുഷൻ്റെയും കഥയാണ്. ആ റോള് പുരുഷനില്ലാതെ സ്ത്രീ ഇല്ല. അതെ, സ്ത്രീ ഇല്ലാതെ പുരുഷനും ഇല്ല. അപ്പോൾ സ്ത്രീകളുടെ എല്ലാ കഥകളിലെയും നായകനോ വില്ലനോ പുരുഷനാണ്. ഇതില് ഒരുപക്ഷെ കഥയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. കഥയ്ക്കാണ് മറ്റ് ചേരുവകളേക്കാൾ കൂടുതൽ ലാലു ശ്രദ്ധിച്ചത് കഥയ്ക്കാണ്. എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെയായിരുന്നു. കാസ്റ്റിംഗ് കൊണ്ട് ഇപ്പൊ ഒരു ഞാൻ ഉദ്ദേശിച്ചാൽ ഒരു കാസ്റ്റിന്റെ ഒരു വ്യക്തിപ്രഭാവം ഇതിൽ വേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാൻ ചോദിക്കാം. അല്ല, ഇത് കഥാപാത്രത്തിന് ഇണങ്ങുന്ന ആളുകളെ സെലക്ട് ചെയ്ത വരട്ടെ. ലാൽ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ടാവും. ഒരുപാട് പറയാനുണ്ടാവും. നീന എന്ന സിനിമയിൽ അഭിനയിച്ച് ഒരുപാട് ദിവസം ഒരുമിച്ച് നിന്നപ്പോഴാണ് കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞത്. ലാലിച്ചേട്ടൻ എനിക്ക് തന്ന ഉപദേശങ്ങൾ, ഈ നീന എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പും അത് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് തന്ന ഉപദേശങ്ങൾ എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും നല്ല ഉപദേശങ്ങളിൽ ഒന്നായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാനൊരു വളരെ ബാഡ് ലിസണറാണ്. ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞ കാര്യം, അഭിനയത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഞാൻ ആദ്യം കേൾക്കുക, എന്നിട്ടത് ഗ്രാസ്പ് ചെയ്തതിന് ശേഷം എടുക്കുക, ടേക്കിന് പോവുക എന്നുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ ആക്ച്വലി അത് ഫോഴ്സ്ഫുള്ളി ആദ്യമൊക്കെ ലാൽച്ചേട്ടൻ പറഞ്ഞതിന് ശേഷവും ഞാൻ ആദ്യമൊക്കെ ആരെങ്കിലും എന്നോട് ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഫോഴ്സ്ഫുള്ളി കേൾക്കാറുണ്ട്. ലാൽച്ചേട്ടൻ പറഞ്ഞ് കേൾക്കണം. പിന്നെ അതൊരു ശീലമായി. ഐ തിങ്ക് ഐ ഹവ് ടേൺഡ് ഔട്ട് ടു എ ബെറ്റർ ലിസണർ. അതാണ് എനിക്ക് നീന എന്ന സിനിമയിലൂടെ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത്. അതിൽ വിജയബാബു ചെയ്യുന്നത് ഒരു കോർപ്പറേറ്റ് ഇതിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഒരു കോർപ്പറേറ്റിന്റെ എല്ലാ ബോഡി ലാംഗ്വേജും വിജയബാബുവിന് പരിചയമുള്ള മേഖലയാണ്. വിജയബാബു BBC-യിലും സ്റ്റാറിലും ഏഷ്യാനെറ്റിലും സൂര്യയിലും ഒക്കെ വർക്ക് ചെയ്ത ഒരു കോർപ്പറേറ്റ് വേൾഡിന്റെ കൾച്ചറുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ, ബോഡി ലാംഗ്വേജ്, സംസാരിക്കുന്ന രീതി, കാര്യങ്ങളോടുള്ള സമീപനം, ഡിപ്ലോമസി ഒക്കെ അയാളുടെ ബോഡിയിൽ തന്നെ ഉണ്ട്, അയാളുടെ പെരുമാറ്റത്തിലൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അത് ഈ ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. എൻ്റെ ജോലി മറ്റൊരു ആക്ടറെ സെലക്ട് ചെയ്യുമ്പോൾ അയാളെ കൊണ്ട് അത് പരിശീലിപ്പിക്കും. വരട്ടെ. എപ്പോൾ ഞാൻ ലാലുങ്കളുടെ കൂടെ വർക്ക് ചെയ്താലും ഭയങ്കര എനർജിയാണ്. ലൊക്കേഷനിൽ നമ്മളെ ഭയങ്കര കൂളാക്കി വെക്കുന്ന ഒരാളാണ്. അപ്പോൾ സോങ്സ് എടുക്കുന്ന ഷൂട്ട് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ തൊട്ട് ഞാൻ ചോദിക്കുന്നത് എപ്പോഴാണ് സോങ് എടുത്ത് തുടങ്ങുന്നതെന്ന്. എങ്ങനെ ഈ സോങ് എടുക്കാനുള്ള ഐഡിയാസൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരുന്നത്? ആ സ്പോട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്, ഓക്കെ നമുക്ക് ആ ഒരു ആർട്ടിക്കിൾ കണ്ടു, ഇനി അത് വെച്ചിട്ട് നമുക്ക് സോങ് എടുക്കാം, ആ കട്ടെടുക്കാമെന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് ഈ ഐഡിയാസ് ഇങ്ങനെ വരുന്നത്? എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ വളരെ ആകസ്മികമായിട്ടാണോ എൻ്റെ ഒരു നേരത്തെ തന്നെ ഒരു പ്ലാൻ ഇല്ലേ മനസ്സിലായി? അതേ ഒരുപക്ഷെ സ്പോണ്ടേനിയസ് ആയിട്ട് വരും? അല്ല, പാട്ടുകൾ എടുക്കുന്നത് പലപ്പോഴും സ്പോണ്ടേനിയസ് ആണ്. അത് എൻ്റെ അത് ഈ ലവ് സോങ്സിനാണ് അത് കൂടുതൽ. ലവ് സോങ്സും മൊണ്ടാഷ് സോങ്സും ചെയ്യുന്നത്. എൻ്റെ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്ന അന്ന് മുതൽ അവസാനിക്കുന്ന ദിവസം വരെ ഇതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടാവും. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ ഓരോ ബിറ്റ് എടുക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു ഡാൻസ് മാസ്റ്ററെയോ അങ്ങനെയുള്ള ആൾക്കാരെ എൻ്റെ പാട്ടുകൾ എടുക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഈ എത്ര ദിവസം കൊണ്ട് വിടാൻ പറ്റില്ല. അതല്ല, പിന്നെ ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 3 പാട്ടിനുള്ള വിഷ്വൽസ് ഉണ്ടാവും. അത് അവസാനം ഈ എഡിറ്റർ രഞ്ജന്റെ തലവേദനയാണ് ഇതിൽ നിന്ന് ബെസ്റ്റ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത്.
അപ്പോൾ അതാ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പാട്ടുകൾക്ക് വലിയ പ്രാധാന്യമാണ് ലാലു കൊടുക്കുന്നത് സിനിമയിൽ അല്ലേ? അതെ, പാട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. പക്ഷേ വേൾഡ് സിനിമയിൽ അത് ഇല്ലതാണ്. ഈ നീന തന്നെ ഞാനൊരു പാട്ടില്ലാത്ത സിനിമ എന്നുള്ള രീതിയിലാണ് കൺസീവ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ അതിൽ 2 പാട്ടുകളും വന്ന് ലാൽ ജോസിന് പാട്ടില്ലാത്തൊരു സിനിമ എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത്രത്തോളം പാട്ടിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. മ്യൂസിക് പലപ്പോഴും ബ്രിഡ്ജാണ്. നമുക്ക് ഒരു 10-20 സീനുകളെ കംപ്രസ് ചെയ്ത് അവതരിപ്പിക്കാവുന്ന ഒരു സാധ്യതയാണ് പാട്ട്. ഒരു പക്ഷേ ലൊക്കേഷന്റെ എല്ലാ മനോഹരിതയും വേണമെങ്കിൽ അതിലേക്ക് സാംശീകരിക്കാൻ വേണം. അത് മാത്രമല്ല, ഇത് അല്ലെങ്കിൽ ഈ ഒരു 3 മിനിറ്റ് 3.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനത്തിൽ 20-25 സീനുകളിൽ കൂടെ പറയേണ്ട കഥ പറഞ്ഞു പോകും. ഒരുപാട് ഇമോഷൻസ് കൊണ്ടുവരാം. ഒരു 2 പേര് നമ്മളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു അണ്ടർലൈൻ ചെയ്യാം, ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൊടുക്കാം. അത് നേരെ തിരിച്ച് പാളം വേണമെങ്കിൽ എന്താ കാരണം വെച്ചാൽ സിനിമ വേണം, ഇങ്ങനെ പോകുന്ന സിനിമ വേണം, ഒറ്റ ഇടിയിടിക്കാം, താഴേക്ക് വന്ന് അതിന്റെ പേസ് കുറയ്ക്കാൻ പറ്റും. വരട്ടെ. I think the friendship shows in our works, and I take this opportunity to thank him for all the beautiful situations he had given me in all his films, and of course from 97 till 2015, 18 years, and we have together done around about 12-13 films till date. I wish all the very best to Lalu and my best regards to his family. ഒരുപക്ഷെ നല്ല ലാലുവിന്റെ കംഫർട്ട് ലെവലാണ് വേറൊരാള്. അതെ, എനിക്ക് കണ്ണടച്ച് പോയിരിക്കാവുന്ന ഒരു സ്ഥലമാണ്. പാട്ടുകൾ വരുമ്പോൾ എൻ്റെ മുഖത്ത് എനിക്ക് സംഗീതത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അതാണ് എൻ്റെ സിനിമയിലെ ഏറ്റവും നല്ല പാട്ടുകൾ ഉണ്ടാവാൻ കാരണം. വിജയം അതാണ്. അറിയാമായിരുന്നു ഞാൻ ഇടയ്ക്ക് ഇടപെട്ടേ. ആ ഭൂപാളത്തിലൊന്ന് പിടിക്കൂ, മറ്റേ ഹരികാംബോജിയിലൊരു പിടി പിടിക്കാം എന്നൊക്കെ, അത്തരം ഇടപെടലുകളൊന്നുമില്ല. വളരെ റോ ആണ്. അദ്ദേഹം കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കും. എത്രയോ പാട്ടുകൾ ട്യൂൺ കമ്പോസ് ചെയ്തിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഉടനെ തന്നെ അത് വേണ്ടാന്നുകൊണ്ട് അടുത്ത ട്യൂണിലേക്ക് പോകുന്നത് ഞാൻ കണ്ടില്ല. എന്താണ് എൻ്റെ മുഖത്തുനിന്ന് അദ്ദേഹത്തിന് കിട്ടിയതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും കമ്പോസ് ചെയ്ത ഒരു ട്യൂണും മോശമാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയേണ്ടി വന്നിട്ടില്ല. എല്ലാം നല്ല ട്യൂണുകൾ തന്നെയാണ്. പക്ഷെ എന്തോ ഒരു കണക്ഷനുണ്ട്. എനിക്ക് ഏറ്റവും മികച്ച പാട്ടുകൾ തന്നിട്ടുള്ള ഒരാളാണ് ലാലുവിന്. പക്ഷേ ഈ സിനിമ പിന്നീട് കാണുമ്പോൾ, ഈ പാട്ടെല്ലാം കൂട്ടിച്ചേർത്ത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പാട്ടിൻ്റെ മേന്മ ആ സിനിമയെ എത്രത്തോളം എൻറിച്ച് ചെയ്യുന്നൊക്കെയുള്ള ഒരു അളവ് പോലെ എപ്പോഴും ഉണ്ടായിരുന്നല്ലോ, എപ്പോഴും ഉണ്ടായിരുന്നു. ഏതെങ്കിലും പാട്ട്, ഒരുപക്ഷെ സിനിമകളിലെ ഒരുപാട് പാട്ടുകൾ ലാലുവിന് മനസ്സിൽ തങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ തൻ്റെ സിനിമയിലെ പാട്ടുകൾ ഏതായിരിക്കും ലാലുവിന് മനസ്സിൽ തങ്ങിയിരിക്കുന്ന ഒരു പാട്ടെന്ന് പറയാവുന്നത്? അല്ല, ഒരു വിദ്യാജി ചെയ്തിട്ടുള്ള തന്നിട്ടുള്ള പാട്ടുകളിൽ കംപ്ലീറ്റ് സോങ്സ് എന്ന് പറയുന്നത് ഫുൾ ടോട്ടൽ എഫക്റ്റിൽ ഗംഭീരമായിരുന്ന പാട്ടുകൾ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കല്ലേ, ഭയങ്കരമായ സിനിമയിൽ ഇലക്ട്രിഫൈ ചെയ്തു. ആ സിനിമയിൽ അതിൻ്റെ വിഷ്വലുകൾക്ക് എന്ത് വിഷ്വൽ എടുത്താലും അയ്യോ ഇത് പോരാ, ഈ മ്യൂസിക്കിന് ഇത് പോരാന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ. അതുപോലെ വിദ്യാജിയുടെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഷോട്ടിന് ഇൻസ്പയർ ചെയ്യുന്ന മ്യൂസിക്കാണ്. ഇപ്പം പല ഉദാഹരണമുണ്ട്. ഇപ്പം മറവത്തൂർ കനവ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പള്ളിയിൽ വെച്ചിട്ട് മമ്മൂക്ക ചെയ്യുന്ന ചാണ്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആനയെ കണ്ടുമുട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ ഒരു പാട്ടുണ്ട്, കരുണാമയന എന്ന് പറയുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഞാൻ ആ സിറ്റുവേഷൻ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, പള്ളിയിൽ ഈ ഇവർ ചാണ്ടിയും ആനയും തമ്മിൽ കാണുന്ന ഒരു മൊമെന്റ് ഉണ്ട്. പള്ളിപ്പാട്ടാണ്. അപ്പോൾ ആ പള്ളിയിൽ വെച്ചിട്ടാണ് ഒരു കൺവെൻഷൻ എന്തോ നടക്കുന്ന സമയത്ത്, ഒരു ധ്യാനം എന്തോ നടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇയാൾ ആനയെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ ഈ പള്ളിയിൽ പെട്ടെന്ന് ആളുകളൊന്നും ഇല്ലാതെ ഇവർ മാത്രമാവും. അത് കഴിഞ്ഞ് വീണ്ടും ഫുൾ ആളുകളാൽ നിറയും എന്ന് ഇങ്ങനെ ജനറലായിട്ട് ഓരോ സീക്വൻസസ് പാട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സീക്വൻസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഞാൻ റെക്കോർഡിങ്ങിന് ചെല്ലുമ്പോൾ ഒരു വയലൻ റൺസാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് ഏത് സിനിമയ്ക്കുള്ള പാട്ടാണ്, എൻ്റെ പാട്ട് തന്നെയാണോ, ഇത് ഏത് സിറ്റുവേഷൻ, ഈ പാട്ടിനിടയിൽ ഒരു ഭയങ്കര സോബറായിട്ടുള്ള ഒരു സോങ്ങിനിടയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഹെവി മ്യൂസിക് എന്ന് എനിക്ക് മനസ്സിലായി. 10-40 വയലിനിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഇത്തിരി പേടിയാവുകയും ചെയ്തു, ഇത് എന്തായിരുന്നു. അപ്പം വിദ്യാർത്ഥി ചോദിച്ചു, ഇത് നമ്മുടെ പാട്ടിലേക്കുള്ളതാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു അതെ, ഇത് കരുണാമയനിലേക്കുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൺഫ്യൂഷൻ കണ്ടപ്പോൾ പറഞ്ഞു, നീ சொன்னല്ലേ ചേർച്ചുക്കുള്ള അവർ രണ്ടൊരു മീറ്റ് பண்ணும்போது സഡൻ ആളില്ലാമ ആവും, അങ്ങ് ഒരു റൗണ്ട് റോളിക്ക് இந்த மியூசிக்கு ஹெல்ப் ஆகிடும்.
അപ്പോഴാണ് അത് അവിടെ റൗണ്ട് ട്രോളി ഉപയോഗിക്കാം എന്നൊരു ഐഡിയ വരുന്നത്. ആ സീൻ അതിനത്രയും ഹെവിനെസ് ആ സിറ്റുവേഷൻ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഈ പാട്ടിൽ ആ മ്യൂസിക് കേട്ടിട്ടാണ്. ഈ ഒരു സാധനമുണ്ട്, നമ്മള് പാട്ട് നമ്മളങ്ങനെ വലിച്ച് കൊണ്ടുപോവാണ്. കൊണ്ടുപോകും. അങ്ങനെ ഒരു ഭയങ്കര മാജിക് വിദ്യജിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ചന്ദ്രനദിക്കുന്ന ദിക്കിലെ പല മ്യൂസിക് ബിറ്റ് അതിൽ ചന്ദ്രനദിക്കുന്ന ദിക്കിൽ മഞ്ഞ് പെയ്യണം മരം കുളിരണമെന്ന് പറഞ്ഞ പാട്ടിൻ്റെ ഇടയിൽ ഈ പശുവിൻ്റെ അകട്ടിലേക്ക് വെള്ളം അടിച്ചിട്ട് ഈ കറക്കുന്നതിന് മുമ്പ് കറവക്കാർ ചെയ്യുന്ന ഒരു സാധനമാണ് അത്. ഏറ്റവും ബ്യൂട്ടിഫൈഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു പാട്ടാണ് അത്. അതിനിടയിൽ ഒരു ബീറ്റ് ഉണ്ട്. ആ ബീറ്റാണ് അങ്ങനെ ഷോട്ട് എടുക്കാൻ അതിനെ ആ പാട്ടിനോട് മാച്ച് ചെയ്യേണ്ടി വരുന്നത് വിഷ്വലൈസേഷൻ. അതെ അതെ. ഒരു പക്ഷേ താങ്കളുടെ ജോലി കുറച്ചുകൂടി ഹെർക്കുലിനാവുകയാണ് വെച്ചാൽ അതിനോട് എത്തിക്കണം. പക്ഷെ നമ്മള് നോർമൽ ലെവലിൽ നിന്ന് വലിച്ച് മുകളിലേക്ക് കൊണ്ടുവരുന്നത് ഇത്തരം ആളുകളാണ്. വിദ്യാസാഗറിനെ പോലുള്ള ഒരാളുടെ സംഗീതം, എസ് കുമാറിനെ പോലൊരു ക്യാമറാമാൻ. അപ്പം ഒരു തുടക്കക്കാരനായിട്ടുള്ള ഒരാള് അയാൾ സാധാരണഗതിയിൽ പോകാൻ സാധ്യതയുള്ള ഒരു ഏരിയയിൽ നിന്ന് കൈപിടിച്ചിട്ട് വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരുന്നത് ഈ ആൾക്കാരാണ്. എന്നും ഞാൻ എൻ്റെ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കും. വീട്ടിൽ ഇതൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ മക്കളൊക്കെ ആയിട്ട്? അല്ല, ഇത്തരം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ താഴെയുള്ള ജനറേഷൻ എന്ന് പറയുന്നത് നമ്മളെക്കാളും ബ്രില്യൻ്റ് ആണ് ആക്ച്വലി. ബിക്കോസ് അവർ ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് എന്താ വിളിക്കുന്നത്, ഡാഡിന്നോ? അല്ലല്ല, പപ്പ. അപ്പം ഇതും ശരിയല്ല എന്നൊക്കെ പറയാറുണ്ടോ പിള്ളേര് ഇപ്പൊ മുതിർന്നു. അപ്പൊ ഇപ്പൊ അവർക്ക് അവരുടേതായിട്ട് തുടങ്ങി. അവർ കമന്റ്സ് ഒക്കെ ഉണ്ടാവും, ഇടപെടലല്ലേ, കമന്റ്സ് ഉണ്ടാവും. ഭയങ്കര രസകരമായിട്ടുള്ള കമന്റ്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ കാണാത്ത ചില വശങ്ങൾ അവർ കാണും. വരട്ടെ. ലാലിൻ്റെ മോള് കോഴ്സിൻ്റെ ഭാഗമായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് വളരെ ഗംഭീരമായിട്ടെന്ന് പലരും അഭിപ്രായം പറഞ്ഞു. അപ്പം ഹിറ്റുകൾ നൽകിയ ലാൽ ജോസിൻ്റെ മോളിൽ നിന്ന് മലയാളത്തിന് കുറച്ച് നല്ല പടങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? ഒരു വീട്ടിൽ നിന്ന് ഒരാൾ മതി സിനിമയിൽ. ഒരു കാട്ടിൽ ഒരു സിംഹം മതി. ഒരാളെ കൊണ്ടുള്ള കാട്ടിൽ വേറൊരു സിംഹത്തിയാകാം. അവരിപ്പോ അവള് പഠിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ കുലത്തൊഴിൽ അധ്യാപനമാണ്. ഞാനാണ് അതിൽ നിന്ന് മാറിപ്പോയ ഒരാള്. മകളെ മിക്കവാറും അതായിരിക്കും അവളുടെ ഒരു പ്രൊഫഷനാക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ വിധിയാണ്. ഇപ്പൊ ഞാൻ വന്ന സിനിമയിൽ വന്നത് പ്ലാൻ ചെയ്തിട്ടൊന്നല്ലല്ലോ. അങ്ങനെ വരാൻ യോഗം ഉണ്ടെങ്കിൽ വരട്ടെ. പക്ഷെ അല്ല, നമ്മളായിട്ട് അങ്ങനെ ഒരു പ്രചോദനം കൊടുക്കുന്നത് ആവശ്യം കൊടുക്കൂല. കഴിയുന്നു നിരുത്സാഹപ്പെടുത്തും. അതെന്താ ഈ സിനിമാ മേഖല അങ്ങനെ ഇൻവെർട്ടർ കോമ നല്ല ആൾക്കാർക്ക് പറ്റാത്തൊരു മേഖലയാണോ? നല്ല ആൾക്കാരുള്ള മേഖലയാണ്. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻവെർട്ടർ കോമ എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടല്ല. അതായത് നമ്മളെ ആൾക്കാർ പറഞ്ഞു മോനെ സിനിമയ്ക്ക് നദി അവിടെ സിനിമാക്കാരൊക്കെ മോശമാണ് കേട്ടോ. മിഡിൽ ക്ലാസ് ഫാമിലി പറയണതാണ്. ഇപ്പം പെൺകുട്ടികളൊക്കെ സിനിമയിലേക്ക് ഈ കാലഘട്ടത്തിലാണ് അയക്കുന്നത്. മുൻ കാലഘട്ടങ്ങളിലൊക്കെ ഒരു പെൺകുട്ടിയെ അല്ല, അത് ആൺകുട്ടിയുടെ കാര്യത്തിലുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്ത കാലത്ത് എൻ്റെ അമ്മയുടെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ അവരുടെ മകൻ ഏതൊരു പരീക്ഷയിൽ തോറ്റപ്പോൾ പറഞ്ഞു, മര്യാദയ്ക്ക് പഠിച്ചോണം, ഇല്ലെങ്കിൽ ലാൽ ജോസിനെ പോലെ സിനിമയിൽ വിടുന്നു. അപ്പൊ ഒന്നിനും കൊള്ളാത്തവരെ പറഞ്ഞു വിടാവുന്ന ഒരു സ്ഥലമാണ് സിനിമ എന്നാണ് അന്നും ആളുകൾ വിചാരിച്ചത്. ആ ഒരു ഹാങ് ഓവർ ഇപ്പൊ ലാലുവിനുണ്ടോ? അതുകൊണ്ടാണോ മകള് സിനിമയിലേക്ക് വരണ്ടെന്ന് പറയുന്നത്? അതുകൊണ്ടല്ല. ഞാൻ ആഗ്രഹിക്കുന്ന കോമ്പറ്റീഷൻ ആവുമോ? കോമ്പറ്റീഷൻ്റെ അല്ല, സിൻഡ്രോം ഉണ്ടാവും. ഒന്നുമില്ല. ഇത് അവർക്ക് വിധിച്ചിട്ടുള്ള സ്ഥലമാണെങ്കിൽ, അവർക്ക് ഇതാണ് വിധിച്ചിട്ടുള്ളെങ്കിൽ അവർ ഇവിടെ തന്നെ എത്തുന്ന വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട്. അല്ലല്ല, അതല്ല, അവരുടെ പഠനം കഴിയട്ടെ. പഠനം കഴിഞ്ഞിട്ട് ഇത് ഞാൻ സിനിമയിൽ വന്നിട്ട് സിനിമയിലുള്ള അധ്വാനം എന്താണെന്നും ഞാൻ ചുരുക്കി പറയട്ടെ. അതായത് ലാൽ ജോസ് എന്നുള്ള സിനിമാ സംവിധായകൻ, ഒരു സിനിമ ഫിലിം മേക്കർ, പ്രത്യേകിച്ച് ഒരു എഫേർട്ടും മകളോ ആരെങ്കിലും കുടുംബത്തിലുള്ളവരോ സിനിമയിലേക്ക് വരാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഒന്ന്, ലാൽ ജോസ് എന്നുള്ള പപ്പ ഒരു കാരണവശാലും മകൾ സിനിമയിൽ വരാൻ സമ്മതിക്കില്ല. അത് തെറ്റാണ്. വരാൻ സമ്മതിക്കില്ല എന്നുള്ളതല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് സമാധാനപൂർണമായ ഒരു ജീവിതം അവർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. എൻ്റെ ലൈഫിൽ ഞാനെടുത്ത റിസ്കുകൾ, ലൈഫ് തന്നെ ബെറ്റ് വെച്ചിട്ട് എടുത്തിട്ടുള്ള റിസ്കുകളും അതൊന്നും അവർക്ക് താങ്ങാൻ പറ്റണമെന്നില്ല. അത് അവർക്ക് താങ്ങാനുള്ള സ്ട്രെങ്ത് ഉണ്ടാവണ കാലത്ത് അവർക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്ന സമയത്ത് അവർക്ക് തോന്നാം. അവരെന്തൊക്കെ ഇതിന് എന്തൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെ നഷ്ടം വന്നിട്ടുണ്ട് എന്നുള്ളത് അവരിപ്പം മറന്നുപോകും. അവർ വളരെ കംഫർട്ടിലാണ് വളർന്നത്. അല്ല, അവര് വളർന്നിട്ടുള്ളതും കംഫർട്ടബിൾ ആയിട്ടല്ല. കാരണം എൻ്റെ മകൾക്ക് അവളുടെ പിറന്നാളുകൾക്കോ അവരുടെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ പാരന്റ് ടീച്ചർ
മീറ്റിങ്ങിന് സ്കൂളിലോ ഒന്നും എന്നെ കിട്ടിയിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഭൗതിക സാഹചര്യം, സാമ്പത്തിക സാഹചര്യം ഒക്കെ നന്നായിരുന്നല്ലോ. അല്ല, ഭൗതിക സാഹചര്യം എന്ന് പറയുന്നത് നന്നാവുന്നത് എത്രയോ കാലത്തിന് ശേഷമാണ്. ഈ ലീന എങ്ങനെയാണ് ഒരു സിനിമാക്കാരനെ കല്യാണം കഴിക്കാനുള്ള ധൈര്യം കാണിച്ചത്? സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞ കേട്ടാ. ലീനയ്ക്ക് ഒരുപാട് പേടി സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവാഹം കഴിക്കാൻ തീരുമാനം എടുക്കുന്നത് തന്നെ ഞാൻ കല്യാണമേ വേണ്ടാന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു. യാത്രകള്, സിനിമ, അത് അങ്ങനെ ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. വിവാഹം വേണ്ടാന്ന് വിചാരിച്ച ആളാണ്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിനിടയിൽ ഏറ്റവും ആദ്യം കല്യാണം കഴിച്ചത് ഞാനാണ്. ലീന എൻ്റെ അമ്മയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ അപ്പൻ്റെ ഫ്രണ്ടിൻ്റെ മകളായിരുന്നു. അവര് പാരൻസ് തമ്മിലാണ് ഈ ആലോചിച്ചതും. അപ്പോൾ അന്നൊരു അസിസ്റ്റന്റ് ഡയറക്ടർ, വാർഷിക വരുമാനം 6000 രൂപയുള്ള ഒരാൾക്ക് ഒരു പെണ്ണ് കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്നോട് പെണ്ണ് കാണാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പെൺകുട്ടി നേരത്തെ അറിയായിരുന്നു? അറിയുന്ന ആളാണ്. അപ്പോൾ പെണ്ണ് കാണൽ എന്ന് പറയുന്ന ഒരു ഔപചാരിക ചടങ്ങ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ആണ് നിർബന്ധം പിടിച്ചത്. അപ്പോൾ ഞാൻ പോവാന്ന് പറഞ്ഞത് എനിക്കറിയാം, ഒരിക്കലും ആ പെൺകുട്ടീനെ എനിക്ക് അറിയുന്നതാണ്. അവർ നന്നായി പഠിക്കുന്ന, ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള, ഭയങ്കര കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്ന, കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത, നല്ല മാർക്ക് മേടിക്കുന്ന, കോളേജിൽ എൻ്റെ എല്ലാ വിക്രസും കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരിക്കലും എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. അപ്പം പെണ്ണ് കാണാൻ ചെന്നപ്പോൾ പറഞ്ഞൊരു ഡയലോഗിലാണ് അത്ര അവള് വീണത്. എന്തൊരു ഡയലോഗ്? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, സിനിമ എന്ന് പറയുന്നതിൽ 500 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. അതിലൊരാളാണ് ഞാൻ. ഇതിലൊരു 10-50 പേരാണ് പിന്നീട് അസോസിയേറ്റ് ഡയറക്ടർ ആവുക. അതിൽ നിന്നൊരു 5-10 ആൾക്കാരാണ് ഡയറക്ടേഴ്സ് ആവുക. അതിൽ നിന്ന് ഒരാളായിരിക്കും കുറച്ച് ദീർഘകാലം നിലനിൽക്കുക. അപ്പോൾ അത്രയും വലിയൊരു അരിപ്പ വെച്ചിട്ടാണിത് കാലം എങ്ങനെ ഇതാക്കാൻ പോകുന്നത്, തിരഞ്ഞെടുക്കാൻ പോകുന്നത്. പിന്നെ എനിക്ക് ആകെ ഓഫർ ചെയ്യാവുന്നത്, ഞാൻ കല്യാണം കഴിക്കാൻ നമുക്ക് മക്കളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നീയും മക്കളും പട്ടിണി കിടക്കില്ല. അപ്പൊ അവള് വിചാരിച്ചു ഞാൻ കിളച്ചിട്ടാണെങ്കിലും നിന്നെ നോക്കുന്നൊക്കെ നീ പട്ടിണി കിടക്കില്ല, കാരണം നിനക്ക് ജോലിയുണ്ടല്ലോ. എനിക്ക് എന്റെ ഭക്ഷണത്തിന് നിന്നെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് മാത്രമേ എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനിക്കണം. കാരണം ഈ 500 പേരിൽ 450 475 ആളുകള് ചരിത്രത്തിൽ എവിടെയാണെന്ന് പോലും അറിയാതെ പോകുന്നവരാണ്. അതിലൊരാളാവുമെന്ന്. ഒരു മലയാള സിനിമയിലേക്ക് ഒരു പ്രൊഡ്യൂസറായി വരുന്ന ഒരാൾ എടുക്കുന്ന ഒരു ഗാമ്പിളിനേക്കാളും വലിയ ഗാമ്പിളാണ് ലീന എടുത്തത്. തീർച്ചയായിട്ടും അത് ഒരു 5-8% വിജയ ശതമാനം ഉണ്ടല്ലോ. അല്ല, 8 വർഷത്തിന് ശേഷമാണ് ഞാൻ സംവിധായകനാവുന്നത്. വിവാഹം കഴിഞ്ഞ് 8-9 വർഷത്തിന് ശേഷമാണ് ഞാൻ ഡയറക്ടർ ആവുന്നത്. അതുവരെ അങ്ങനെ ഡയറക്ടർ ആവുന്നുള്ള ഒരു പ്രതീക്ഷയൊന്നുമില്ല. ഭാര്യയ്ക്ക് അറിയായിരുന്നു ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്, വേണമെങ്കിൽ ഭാഗ്യം കിട്ടിയ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ആവും. പക്ഷെ എങ്കിൽ പോലും ഈ പറഞ്ഞ ഒരു മിഡിൽ ക്ലാസ് ക്രിസ്ത്യൻ ഫാമിലീസിലൊക്കെ നമ്മുടെയൊക്കെ ഒരു ഈത്തോസ് പ്രകാരം ഒരാൾ സിനിമയിലേക്ക് അങ്ങനെ ആഴ്ന്നിറങ്ങുന്നതിനെ ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരിക്കലും ഇല്ല. ഒരു പ്രശ്നമുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുമോ എന്നൊക്കെ ഉള്ളതാണ്. ശരിയല്ലേ? ഇപ്പൊ ലാലുവിന്റെ അപ്പനും അമ്മയും ഒക്കെ വേണമെങ്കിൽ ഭയത്തിനുണ്ടാവും. അത് അവര് ചെക്കം പഴച്ചു പോകുമെന്നൊക്കെ. അല്ല, അവര് കല്യാണം നിർബന്ധിച്ച് ചിലപ്പോൾ അതുകൊണ്ടാണ് കെട്ടിടാൻ വേണ്ടിയിട്ടാണ്. അതായിരിക്കാം അവരുടെ ഉള്ളിൽ. അത് വെച്ചാൽ ഒരു അവർക്ക് അറിയാത്തൊരു മേഖലയാണ്. ഇപ്പൊ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്ന കഥകള് പുരുഷനും സ്ത്രീയും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ഇടപെടുന്ന ഒരു മേഖലയാണ്. അതായത് ആളുകളുടെ ധാരണ ഇത് അന്നത്തേക്ക് ധാരണ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമേരിക്കയിലൊക്കെ ഉള്ള പോലെയുള്ള ഒരു കൾച്ചറുള്ള ഒരു സ്ഥലം. സിനിമ ഭയങ്കരമായ യാഥാസ്ഥിതിക മനോഭാവമുള്ള ആളുകളുടെ ഒരു ഏരിയ ആണെന്നുള്ളതാണ് സത്യം. സിനിമയുടെ അകത്ത് ഒരുപാട് ഹൈറാർക്കി, ഒരുപാട് ഇതുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ ആളുകൾ കരുതുന്ന പോലെയുള്ള ഒരു കാര്യവും നടക്കില്ല. അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എല്ലാ സ്ഥലത്തുമുള്ള മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ ഒപ്പിക്കുന്ന കാര്യങ്ങൾ അത് എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. എല്ലാ മേഖലയിലും അങ്ങനെയുള്ള സമർത്ഥന്മാരുണ്ട്. ആ സമർത്ഥന്മാർക്ക് വേണമെങ്കിൽ ഇവിടെയും വേണമെങ്കിലും എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞ ഈ പറഞ്ഞു കേൾക്കുന്ന സിനിമയെ കുറിച്ചുള്ള അപഖ്യാതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇത് കുറച്ചുകൂടെ എക്സ്പോഷർ ഉണ്ടാവും. ഇത് കൂടുതൽ ടൈം ഒരുമിച്ച് ചെലവഴിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. ഭാര്യയ്ക്കൊരു പേടി ഉണ്ടായിരുന്നു. അവൾക്ക് പേടി ഉണ്ടായിരുന്നില്ല. കാരണം അന്നത്തെ രൂപം വെച്ച് അത്ര പെട്ടെന്ന്
ആരെങ്കിലും ആകൃഷ്ടയാകും എന്ന് പേടിക്കും. ലാലുവിന്റെ പിടിയിലേക്ക് ഒരു പെൺകുട്ടി അങ്ങനെ വരുമെന്നൊരു വിചാരമില്ല. അങ്ങനെ ഒരു ധാരണ അതില്ല. അപ്പൊ മുഖമൊക്കെ ഇതുപോലെ തന്നെ ഇരിക്കണമെന്നായിരുന്നു അന്ന് അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ കുറച്ച് നല്ല സുന്ദരനൊക്കെ ആയി വരുന്ന സമയത്ത് ചിലപ്പം ലീനയുടെ മനസ്സിൽ വേണമെങ്കിൽ ഒരു ചെറിയൊരു ആന്തി. അല്ല ഇപ്പൊ വെച്ചാൽ ഈ മക്കളൊക്കെ വലുതായതുകൊണ്ട് അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പിന്നെ നായികമാരൊക്കെ അങ്കിൾ എന്ന് വിളിച്ചു തുടങ്ങി. വരുന്ന പുതിയ പെൺകുട്ടികളും എല്ലാവരും. ലാലുവിന്റെ ഏറ്റവും വലിയ പേടിയതാണ്. ഇപ്പൊ വരട്ടെ, കാണട്ടെ, വേണം കാണിച്ചു തരാം. ലാലു അങ്കിളിനെ കുറിച്ച് ഇവിടെ എന്ത് സംസാരിക്കണം എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എന്നെ ആദ്യമായിട്ട് സിനിമ എന്താന്ന് കാണിച്ചു തന്ന ഒരാളാണ് ലാലു അങ്കിള്. എനിക്ക് ഷൂട്ട് തുടങ്ങുമ്പോൾ സാധാരണ എപ്പോഴും പേടിയാണ്, എന്താവും, എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെയായിരിക്കും ലൊക്കേഷൻ. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം എൻ്റെ എല്ലാ മൂമെൻറ്റ്സും എല്ലാം അറിയണ ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു അത്രയും ഫ്രീ ആയി ചെയ്യാൻ പറ്റി. പിന്നെ ജോ ആയിരുന്നു ക്യാമറ, കൂടെ വർക്ക് ചെയ്യണവരാവട്ടെ വിജയ്, ദീപ്തി. അതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെയായിരുന്നു ഷൂട്ട്. ഇപ്പോഴും എന്നെ എല്ലാവരും എൽസമ്മ തന്നെയാണ് വിളിക്കാറ്. എനിക്കിടം തന്നെയാണ് ഇപ്പോഴും ഇഷ്ടവും. ഇനി നളിനിയായിട്ടും എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. അത് അതുകൊണ്ട് നഷ്ടപ്പെടാനൊന്നുമില്ല. നേരത്തെ അത് ചേട്ടാന്ന് വിളിച്ചുകൊണ്ട് നേട്ടം ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ അത് വെറുതെ ചേട്ടാന്ന് വിളിച്ച ആൾക്കാരെ മോഹിപ്പിച്ചിട്ടുണ്ട്, ഒരു കാര്യം നടന്നിട്ടില്ല. ലാലു, ഈ ന്യൂ ജനറേഷൻ സിനിമകൾ, അങ്ങനെ പ്രശ്നങ്ങൾ, ഒരുപാട് കഥകൾ, അപഖ്യാതികൾ, അപസർപ്പക കഥകൾ, സിനിമാ ലോകത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊക്കൈന്, കഞ്ചാവ്, അത് ഇത് എന്തൊക്കെയോ. ഒരുപക്ഷെ ഇതിനെ ആൾക്കാരെ പേടിപ്പിക്കുകയാണ് സിനിമാക്കാർ. അതെയോ ഇതില്ലാത്ത കഥകൾ മെനയുകയാണോ? അല്ല, ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളുണ്ട്. ഈ മെയിനായിട്ടുള്ള കാര്യം, ഉള്ള ചെറിയ കാര്യങ്ങൾ സിനിമാക്കാരൻ. ഞാൻ ഒരു ന്യൂസ് ചാനലിൽ ഒരിക്കലും വളരെ ദയനീയമായ ഒരു കാര്യം കണ്ടു. വനിതാ റിപ്പോർട്ടറാണ്. ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടോ എന്നൊരു ഡൗട്ടുള്ള ഒരു സ്ഥലത്ത് പെൺകുട്ടിയുടെ മുഖം നിങ്ങൾ എന്താ പറയുക, ചിപ്സ് അത് ചെയ്തിട്ട് 13 വയസ്സായ ഒരു കൊച്ചു കുട്ടിയോട്, മാസ്ക് ചെയ്തിട്ടുള്ള കുട്ടിയോട്, ഈ അവളുടെ അമ്മയാവാൻ പ്രായമുള്ള ഈ റിപ്പോർട്ടർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, മോളെ സിനിമക്കാരെങ്കിലും വന്നിരുന്നു? അവരുടെ മുഖത്തുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു ആർത്തിയുണ്ട്. സിനിമാക്കാരനെ പിടിക്കാൻ വേണ്ടിയുള്ള. അത് എന്നിട്ട് വേണം ഇതിന്റെ റേറ്റിംഗ് കൂട്ടാൻ. ഒരു സിനിമാക്കാരനുണ്ടെന്ന് പറഞ്ഞിട്ട് വേണം അവനെ ഇട്ടിട്ട് അലക്കാൻ. ഒരു സിനിമാക്കാരൻ്റെ പേരെങ്ങാനും അബദ്ധത്തിൽ ഒരാളുടെ പേര്, സാമ്യമുള്ളൊരു പേര് പറഞ്ഞാൽ അത് അയാൾ തന്നെയാണോ എന്ന് പോലും നോക്കാതെ. അത് ലാലു തന്നെ ഒരു സിനിമയിൽ അത് പ്രമേയമാക്കിയിട്ടുണ്ട്. അച്ഛനിറങ്ങാത്ത വീട് ഒരുപക്ഷെ ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ലാഞ്ചന അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിപ്രേക്ഷ്യം ഈ ഒരു സിനിമയിലുണ്ട്. ഇത് എവിടെ കടപ്പുണ്ട് ഇപ്പോൾ? എവിടെയോ തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ ആ കുടുംബം അനുഭവിച്ചത് എന്താണെന്നുള്ളതാണ് ആ സിനിമയുടെ കഥ. ഏറ്റവും മനസ്സിനെ ഉലച്ച ഒരു സംഭവം, ഏറ്റവും ഞാൻ മെൻഷൻ ചെയ്യാൻ തന്നെ, എനിക്ക് മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇമോഷണൽ ആവുന്നൊരു വിഷയമാണത്. പക്ഷെ ലാലു, ഈ പറഞ്ഞ പോലെ നമ്മുടെ എൻ്റെ ചോദ്യം അതായിരുന്നില്ല. ഈ സിനിമയെക്കുറിച്ച് ഇത്രത്തോളം കഥകളും അപഖ്യാതികളും ഒക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വേറൊരു ലോകമാണ് എന്നൊരു ധാരണ സാധാരണ ഓഡിയൻസിന് വേണേൽ കിട്ടാം, ആളുകൾക്ക് കിട്ടാം. അത് കിട്ടണോണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം എൻഡ് ഓഫ് ദ ഡേ ഈ വാർത്തകൾ ഉണ്ടാകുന്നത് വാർത്ത മൂല്യമുള്ള ആളുകൾ അതിനകത്തുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ആളുകൾ. പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല. സിനിമ നല്ലതാണോ, സിനിമ ചീത്തയാണോ, നല്ല സിനിമ ഉണ്ടാവുന്നുണ്ടോ, മോശം സിനിമ ഉണ്ടാവുന്നുണ്ടോ, ഇതിന്റെ പുറകിൽ നിൽക്കുന്ന ആളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ടല്ല ഒരാൾ സിനിമ കാണാൻ പോകുന്നത്. അതിനെ മറികടക്കുന്ന സിനിമകൾ ഇപ്പോൾ വിശ്വപ്രസിദ്ധരായിട്ടുള്ള ചില സംവിധായകർ റേപ്പ് കേസിലൊക്കെ പ്രതികളായിട്ടുള്ള ആളുകളാണെന്ന് പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു. അല്ലെങ്കിൽ നമ്മളത് അറിഞ്ഞതിന് ശേഷം ആ സിനിമ കാണുമ്പോൾ ഇതൊരു റേപ്പിസ്റ്റിൻ്റെ ഡയറക്റ്റ് ചെയ്ത സിനിമ ആയതുകൊണ്ട് ഈ സിനിമ ഞാൻ എൻജോയ് ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ചിരിക്കാറില്ല. സിനിമ എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പല സ്വഭാവക്കാരുണ്ടാവും. അത് അല്ലെങ്കിൽ അതിൽ വരുന്ന ആളുകളിൽ നല്ല ആളുകളുണ്ടാവും, മോശം ശീലമുള്ള ആളുകളുണ്ടാവും. അത് സിനിമയെ ബാധിക്കില്ല. ഷോ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, ആളുകൾ മാറിക്കൊണ്ടിരിക്കും. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നതും മുന്നിൽ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ആളുകൾ മാറിക്കൊണ്ടേയിരിക്കും. ആ ആളുകൾ മാറുന്നതും സിനിമയ്ക്കൊരു വിഷയമല്ല. ആളുകളുടെ സ്വഭാവം ചില ആളുകളുടെ മോശമാണ് എന്നുള്ളതും സിനിമയ്ക്ക് വിഷയമല്ല. ഈ പ്രേക്ഷകരും ആളുകളും
കാണേണ്ടത് സിനിമ മാത്രമാണ്. പ്രേക്ഷകരൊക്കെ ഒരുപാട് പക്വത ആർജിച്ചു കഴിഞ്ഞു. എന്താ കാരണം എന്ന് വെച്ചാൽ അവർ ആ സിനിമയാണ് കാണുന്നത്, സ്ക്രീനിൽ വരുന്നതാണ്. ലാലു, ഈ പുതുമുഖങ്ങളെ പരിശീലിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ പ്രയോഗിക്കുന്ന ഒരു രീതി വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒട്ടുമിക്ക ഒരു പിടി നല്ല പുതുമുഖ നടികളെ ലാലു നടികളെ മാത്രമല്ല, അതിലൊരു ചെറിയ തിരുത്തുണ്ട്. എല്ലാവരും ഈ നടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെന്നുള്ള നിലയിലാണ് പറയാറ്. എൻ്റെ സിനിമകളിലൂടെ ഒരുപാട് നടന്മാർ വന്നിട്ടുണ്ട്, ഒരുപാട് ടെക്നീഷ്യൻസ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊരു വിഭാഗം മാത്രമാണ് ഈ നടികൾ എല്ലാവരും. പക്ഷേ നായികമാരുടെ കാര്യമാണ് അവർ ശ്രദ്ധേയരായതുകൊണ്ടായിരിക്കാം. ശ്രദ്ധേയരായിട്ടുള്ള ടെക്നീഷ്യൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജോസഫ് നെല്ലിക്കൽ എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടർ, മനോജ് പിള്ള എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫർ, ബിജി ബാൽ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ, രഞ്ജൻ അബ്രഹാം എന്ന് പറയുന്ന എഡിറ്റർ, ഇവരൊക്കെ എൻ്റെ സിനിമയിലൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ്. നടികളുടെ കാര്യത്തിലാണ് പൊതുവെ ആളുകൾക്ക് താല്പര്യം എന്നുള്ളത് കൊണ്ടാണ് അവരെ സ്വാഭാവികമായിട്ട്. കാരണം വെച്ചാൽ ഈ ഗ്ലാമറിന്റെ പുറകെയാണല്ലോ മനുഷ്യർ പോകുന്നത്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് മുഖങ്ങളാണ്. സമൃദ്ധയെ കൊണ്ടുവരുന്ന ലാലുവാണ്, പിന്നെ ആൻ അഗസ്റ്റിനെ കൊണ്ടുവരുന്നത്, ആൻ അഗസ്റ്റിൻ, മീരാനന്ദൻ, മുക്ത, ഈ അച്ഛനാഥ വീട്, 10 നടികളെ ഇവരെല്ലാരും ചേട്ടാന്ന് അങ്കിളും വിളിച്ചു. ആനെ തിരഞ്ഞെടുക്കാൻ എന്തായിരുന്നു കാരണം? ഞാനൊരു സാധാരണ ഒരു ഗ്ലാമറിന്റെ ഒരു പരിപ്രേക്ഷ്യത്തിലേക്ക് വരുന്നൊരു കുട്ടിയല്ല. ഗ്ലാമർ നോക്കിയിട്ടല്ല ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ പുതിയ നായികമാർ വരാനുള്ള കാരണം പഴയ നായികമാരുടെ ഡേറ്റ് കിട്ടാത്തയും അല്ലെങ്കിൽ ചില സെലക്ട് ചെയ്ത ആളുകൾ കൂടുതൽ പണം ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബജറ്റിൽ ഒതുങ്ങാതെ വരുമ്പോൾ പുതിയ ആളെ കണ്ടെത്തേണ്ടി വരിക എന്നുള്ളതാണ്. അല്ലാതെ ഞാനൊരു പുതിയ ആളെ സംഭാവന ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല, ഒരിക്കലും അല്ല, ഒന്നുമല്ല. പലപ്പോഴും നിവൃത്തികേട് ചിലപ്പോൾ എനിക്ക് വേണ്ട ഡേറ്റുകൾ ഒരുമിച്ച് തരാൻ പ്രമുഖ നായികമാർക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ അവർ ചോദിക്കുന്ന പൈസ കൊടുത്താൽ എനിക്ക് ഷൂട്ടിങ്ങിന് ആവശ്യമായ മറ്റു കാര്യങ്ങൾക്ക് ചിലവാക്കുന്ന പൈസയിൽ നിന്ന്, ബജറ്റിൽ നിന്ന് അത്രയും പൈസ മാറ്റി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പുതിയ ആളുകളെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. അല്ലാണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു മെറിറ്റും ഞാൻ അവരിൽ നിന്ന് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നില്ല. അതായത് ഞാനാണ് ആ നടിയെ കൊണ്ടുവന്നത്, ആ നടിയൊക്കെ വലിയ പടർന്ന് പന്തലിച്ച് വലുതാകുമ്പോൾ അവരിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നും പ്രതീക്ഷിക്കും. സിനിമയിൽ അങ്ങനെ പ്രതീക്ഷിച്ച കാര്യമില്ലല്ലേ? സിനിമയിൽ നല്ല ജീവിതത്തിൽ തന്നെ പ്രതീക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണോ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്? പക്ഷെ ലാലു, സൗഹൃദങ്ങൾക്കെല്ലാം ഒരുപാട് വിലയുള്ള ഒരു സൗഹൃദം ഉണ്ടല്ലോ, എല്ലാവർക്കും സൗഹൃദം. പക്ഷെ ഈ സാമ്പത്തിക ഘടകം വരുമ്പോൾ പലപ്പോഴും സൗഹൃദങ്ങൾ പിന്നോട്ട് പോകും. എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യം വരുമ്പോൾ ഓടിച്ചെല്ലുന്നത് ദിലീപിൻ്റെ അടുത്താണ്. അല്ലെങ്കിൽ മറ്റ് എനിക്ക് സിനിമയിൽ മാത്രമാണ് മെയിനായിട്ടുള്ള ബന്ധങ്ങളുള്ളത്. എനിക്ക് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ആരൊക്കെയാണ് ലാലുവിൻ്റെ അടുത്തേക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോൾ ഓടി വരുന്ന ആൾക്കാർ? എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും. അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എൻ്റെ അടുത്ത് തന്നെയല്ലേ. പ്രൊഡക്ഷൻ ഹൗസൊക്കെ ആയി, മറ്റേ ആരോ പറഞ്ഞ പോലെ നിർമ്മാണമായി, വിതരണമായി, വേണമെങ്കിൽ വലിയ മുതലാളിമാർക്ക് വേണമെങ്കിലും ലാലുവിനെ വേണം സമീപിക്കാവുന്നതാണ്. അയ്യോ, മുതലാളിമാർക്ക് കൊടുക്കാനുള്ളതൊന്നുമില്ലേ? ഞങ്ങളൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്. ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് വിജയിക്കുന്ന സിനിമകളുടെ വളരെ ഒരു ചെറിയ പെർസെൻറ്റേജ് കമ്മീഷൻ മാത്രമേ ഉള്ളൂ. ഈ പൈസ മുഴുവൻ ഞങ്ങളുടെ BPL കാർഡ് നിലനിർത്തിയിട്ടുണ്ടോ? പക്ഷെ ആ BPL കാർഡിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. അതായത് 2 കാലും പച്ചമണ്ണിൽ ചവിട്ടി നിൽക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരട്ടെ സർ, നമ്മൾ ഈ തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ ആദ്യമായിട്ടൊരു പരസ്യം കാണിക്കും. സിഗരറ്റ് വലിക്കരുത്, ഹുക്ക ഉപയോഗിക്കരുത്, ചൂടുവെള്ളത്തിൽ കുളിക്കരുത്. ആ പരസ്യം ഇപ്രകാരമാണ്: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ശരാശരി ഒരു പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ ഏകദേശം ഇത്രത്തോളം കറകൾ അടിഞ്ഞുകൂടാം. ഈ പരസ്യം നമ്മൾ മിമിക്രി ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആ പരസ്യം മാറ്റി വേറൊരു പുതിയ പരസ്യമാക്കി. വോയിസ് ഇത് തന്നെയാണ്: ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക, എന്താരുമൊന്നും പ്രതികരിക്കാത്തത്. ഈ പരസ്യം ഒരു പക്ഷേ സാർ ഈ ചൂടായിട്ടൊക്കെ നിൽക്കുമ്പോൾ, ലാൽ ജോസ് സാറ് പിന്നെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഈ പരസ്യം സാറിനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചാൽ എപ്രകാരമായിരിക്കും? അല്ല, ഈ നഗരത്തിന് ഇത് എന്ത് പറ്റി? അല്ല, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുകയാണ്. ചിലയിടത്ത് ചാരമുണ്ട്, ചിലയിടത്ത് പുക. ഇത് എന്താ ആരും ഒന്നും പ്രതികരിക്കാത്ത? സിഗരറ്റല്ലേ വലിച്ചു തള്ളുന്നത്. ഇപ്പം സിഗരറ്റ് വലിച്ചാലും പിന്നെ അത് ഉറപ്പായിട്ടും ക്യാൻസർ പിടിക്കും കേട്ടോ. ഈ സിഗരറ്റിന് പഴയ പോലെ ഒന്നുമല്ല, വലിയ വില കൊടുക്കേണ്ടി വരും. അത് ആലോചിച്ചിട്ട് വേണം വലിക്കാൻ.
സാർ ഇങ്ങനെയൊക്കെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ സാറിനെ ആദ്യമായിട്ട് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ സാറ് കേട്ടപ്പോൾ സാറിന് എന്താണ് തോന്നിയത്? ഇത് സുരാജും പിഷാരടിയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം, പണ്ട് നമ്മൾ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ ഫാമിലീസ് പറയും, മോൻ ഭയങ്കര മിമിക്രി ആർട്ടിസ്റ്റാണ്, സുരേഷ് ഗോപിനെ ഇമിറ്റേറ്റ് ചെയ്യും. എല്ലാ കുട്ടികളും സുരേഷ് ഷിറ്റ് എന്നിങ്ങനെ കാണിച്ചാൽ സുരേഷ് ഗോപിയായി. ഇപ്പോൾ എല്ലാ വീടുകളിലും ചെല്ലുമ്പോൾ പറയും, മോൻ ഭയങ്കര ഫാനാ സാറിൻ്റെ ശബ്ദമൊക്കെ നല്ലോണം എടുക്കും. എന്നിട്ട് ഈ കഴുത്തിന് ആരെയോ കുത്തിപ്പിടിച്ചത് പോലെ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് ഈ പരട്ട പിള്ളേര് അതാണ് എൻ്റെ ശബ്ദം എന്ന് പറഞ്ഞിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ കാരണവനാ. പിന്നെ എന്റെ മാർക്കറ്റാക്കി കിട്ടാം. അതെ, എന്റെ ശബ്ദം ഇത്ര വൃത്തികെട്ടതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഈ സംസാര ഭാഷ എങ്ങനെ ഉണ്ടായതാണ് ആക്ച്വലി കുറച്ചൊരു ഒരു ഡ്രാഗ് ചെയ്തിട്ടുള്ളത്. അത് ചിലപ്പോ ഈ സംസാരിക്കുന്നതിനിടയിൽ എനിക്ക് സംശയമുണ്ട് തൃശ്ശൂരും ഈ വള്ളുവനാടെല്ലാം കൊണ്ട് വെച്ച് കയറി മിക്സ് ആയി പോയതിന്റെയാണ്. പിന്നെ ഈ സംസാരിക്കുന്ന സമയത്ത് ആലോചിച്ച് പറയാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് എടുക്കുന്ന ടൈമാണ് ഈ വലിച്ചല്. ഒരു കാര്യം പറഞ്ഞോണ്ടത് ആലോചിച്ചിട്ട് പറയാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും പറ്റിയില്ലെങ്കിൽ പോലും ചിലപ്പോൾ സ്ലിപ്പ് ചെയ്ത് പോകും. എങ്കിൽ പോലും എനിക്ക് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, അതായത് ഒരു സിനിമാ താരത്തെ അനുകരിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ ഒരു സംവിധായകനെ ആദ്യം ആൾക്കാർ അനുകരിച്ചു തുടങ്ങിയത് ലാൽ ജോസിനെയാണ്. ലാൽ ജോസിന്റെ സംസാരമാണ് ഒരുപക്ഷെ ഈ പറഞ്ഞ മിമിക്രിക്കാരെ ആദ്യം കയറി പിടിച്ച ഒരു സംവിധായകൻ എന്ന് പറയാമോ. പക്ഷെ അത് അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് പുള്ളി സുരാജ് ആദ്യമായിട്ട് ദുബായിലൊരു സ്റ്റേജിൽ ആളാരാണെന്ന് പറയാതെ പ്രസൻറ്റ് ചെയ്തിട്ട് ആരാണെന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ആളുകൾ ലാൽ ജോസ് എന്ന് പറഞ്ഞു. അത് ശരിക്ക് അതിന് ഞാൻ സുരാജിനോട് നന്ദിയുള്ളവനാണ്. കാരണം അങ്ങനെ എൻ്റെ ശബ്ദം ഫെമിലിയർ ആണ് ഇത്രയും ആളുകളുടെ ഇടയിൽ എന്നുള്ളത് ഒരു അത്ഭുതപ്പെടുത്തുന്ന ടെലിവിഷന്റെ ഒരു പ്രത്യേകതയാണ്. ടി-വിയിൽ ഈ റേറ്റിംഗിന് വേണ്ടിയിട്ടാണ് ടെലിവിഷൻകാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെയൊക്കെ റേറ്റിംഗ് വർദ്ധിപ്പിക്കുന്നതിലും ടെലിവിഷന് തീർച്ചയായിട്ടും. എന്തായാലും ലാലു ഈ പറഞ്ഞ പോലെ ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ അവിടുത്തെ ഒരു ശ്രീകൃഷ്ണനായിട്ട് വിലസാനുള്ള ഒരു ആഗ്രഹമൊന്നും നടന്നില്ലെങ്കിൽ പോലും പിൽക്കാലത്ത് സിനിമയുടെ മറ്റു തലങ്ങളിൽ പോലും ലാലു കൈവച്ചു. അല്ല, ഇത് ജൂഡ് എന്ന് പറയുന്ന സംവിധായകന്റെ ഒരു ഭ്രാന്താണ്. ഇത് ആദ്യം ഈ സിനിമയിൽ മറ്റേ രഞ്ജി പണിക്കർ ചെയ്ത റോളിലേക്കാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു കാരണവശാലും പറ്റില്ല, എനിക്ക് ഭയങ്കര നെർവസ്നെസ് ആണ്, എനിക്ക് ക്യാമറയുടെ മുമ്പിൽ ഞാൻ കുഴപ്പം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ പറഞ്ഞു, ഭാര്യയും മക്കളും ഒരു കാരണവശാലും പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആകെ അപ്പം ഞാൻ തന്നെയാണ് ജോഡിനോട് സജസ്റ്റ് ചെയ്തത്, രഞ്ജി നന്നായിട്ട് അഭിനയിക്കും, രഞ്ജി ആ ക്യാരക്ടറിന് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ ഒഴിവാക്കി. പിന്നെ ജോഡ് പറഞ്ഞു, എന്നാലും ഒരു ക്യാരക്ടർ വേറെ ഉണ്ട്, അത് കുറച്ച് സീനേ ഉള്ളൂ, അതൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അയാളുടെ ഒരു നിർബന്ധം കൊണ്ടാണ് ഇത് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പുതിയ സംവിധായകരുടെ ഒരു സ്കില്ല് എനിക്ക് മനസ്സിലായത്, അവർക്ക് ആരെ കൊണ്ട് വേണമെങ്കിലും അഭിനയിപ്പിക്കാം. പക്ഷെ ലാലു അത് കണ്ടപ്പോൾ എന്താ തോന്നിയത്? കുഴപ്പമില്ലായത് അല്ല, ഇത് തടിയൂരി. പക്ഷെ ഇതിൻ്റെ നിന്നുള്ള ഒരു ആത്മവിശ്വാസം വെച്ചിട്ട് ഇനി ഒരു പരിപാടിക്കില്ല. ഇത് കുറെയൊക്കെ ഞാൻ തന്നെയാണ് ക്യാരക്ടർ, അതുകൊണ്ട് അതങ്ങനെ ചെയ്യാൻ പറ്റും. സാമ്യമുണ്ട്. ഒരു പക്ഷെ നമുക്ക് പരിചിതമായിട്ടുള്ള കഥാപാത്രം. ലാലു മലയാള സിനിമയ്ക്ക് ഒരുപിടി നല്ല സിനിമകളും സമ്മാനിച്ച ആ ഒരു ഗർവിൽ അല്ലെങ്കിൽ അഭിമാനത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരുപക്ഷെ മലയാള സിനിമ ഒരുപാട് ഉറ്റുനോക്കുന്ന സംവിധായകന്മാരുടെ പട്ടികയിൽ താങ്കൾ മുമ്പിൽ തന്നെയാണുള്ളത്. അതൊരു വലിയൊരു ഉത്തരവാദിത്തമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് താങ്കളെ സമീപിക്കുമ്പോൾ വലിയ ഹൈ എക്സ്പെക്റ്റേഷനാണ്. ആ ഒരു ഉയരത്തിലേക്ക് പോകുമ്പോൾ റെസ്പോൺസിബിലിറ്റീസിൻ്റെ ലെവലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണത് മനസ്സിലൊരു പക്ഷേ ഇതിൽ നിന്ന് ഇനി അടുത്ത ലെവലിലേക്ക് പോകണം? ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൾട്ടി ലിംഗ്വൽ ഒരു വേൾഡ് സിനിമ, പക്ഷെ അതിനപ്പുറത്ത് ഇപ്പോഴുള്ളതിൽ നിന്നും അതിൽ നിന്ന് ഇടയ്ക്ക് ഒരു പുതിയൊരു മോഹം വേറെ ഏതെങ്കിലും തരത്തിലേക്ക്, ഒരു പക്ഷേ ഭാഷയിലേക്ക്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, അങ്ങനെ ഇന്ത്യ എന്ന് പറഞ്ഞ ഭൂപടം ഇങ്ങനെ വിസ്തൃതമായിട്ടിരിക്കുകയാണ്. ആഗ്രഹമില്ല? ആഗ്രഹം ഇപ്പോൾ മറ്റു ഭാഷയിൽ, ഞാൻ മലയാളത്തിൽ വളരെ കംഫർട്ടബിളാണ്. ഇവിടെ എനിക്ക് കിട്ടേണ്ട എല്ലാ തരത്തിലുള്ള ആദരവും കിട്ടുന്നുണ്ട്, എല്ലാ സ്നേഹവും കിട്ടുന്നുണ്ട്. എനിക്ക് വളരെ കംഫർട്ടബിൾ സോണിൽ നിന്നിട്ട് എനിക്കിഷ്ടമുള്ള സിനിമകൾ ചെയ്യാവുന്നൊരവസ്ഥ ദൈവം സഹായിച്ച് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ മറ്റൊരു സ്ഥലത്ത് ഞാൻ പുതിയ ആളായിരിക്കും. ആ പുതിയ
സ്ഥലത്ത് ഞാൻ ആദ്യ തുടക്കക്കാരൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഫേസ് ചെയ്തിട്ട് വേണം ഞാൻ നിൽക്കാൻ. അങ്ങനെ ഒരു സാഹസനില്ല. അങ്ങനെ സാഹസത്തിന് ഇല്ല എന്നുള്ളതല്ല, നമ്മളുടെ ലിമിറ്റേഷൻസ്, പലതരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കേരളത്തിലൊരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ലാംഗ്വേജിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഭയങ്കര ഇമ്പ്രസീവായിട്ട് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇംഗ്ലീഷ് അറിയാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഹിന്ദി അറിയാം, ഹിന്ദി എഴുതാനും വായിക്കാനൊക്കെ അറിയാം. പക്ഷേ എനിക്ക് മലയാളത്തിൽ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഹീറോയിൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു എൻ്റെ ഭാഷയിലുള്ള സ്വാധീനം വെച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ചിലപ്പോൾ എനിക്ക് മറ്റു ഭാഷയിൽ പറ്റിക്കൊള്ളുന്നില്ല. ഒരു മീഡിയേറ്റർ വെക്കുമ്പോൾ അയാൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ മാതിരി ഒരു എന്തായാലും മലയാള സിനിമ ഒരുപാട് ഉറ്റുനോക്കുന്ന ഒരാളാണ് ലാലു. ലാൽ ജോസിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയും മലയാള സിനിമയെ പരിപോഷിപ്പിക്കുന്ന നല്ല നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇത്രയും സമയം പോയത് അറിഞ്ഞില്ല. ഒരുപക്ഷെ ലാലുവായിട്ട് വേണം ഇനിയും തുടരാമായിരുന്നു. പക്ഷേ സിനിമയ്ക്കൊരു ദൈർഘ്യമുണ്ട്, ടെലിവിഷന് ഒരു ദൈർഘ്യമുണ്ട്. ആ ദൈർഘ്യത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ പിൻവാങ്ങുകയാണ്. ഇനിയും പുതിയ നേട്ടങ്ങൾ കൈവരിച്ച ശേഷം ഈ സോഫയിൽ വരാനുള്ളൊരു സൗമനസ്യം കാണിക്കണമെന്നുള്ള അഭ്യർത്ഥന കൂടി വെച്ചുകൊണ്ട് JB ജംഗ്ഷനിൽ പങ്കെടുത്തതിന് നന്ദി, നമസ്കാരം.